ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായ അജിയുടെ മൃതദേഹവുമായി മാനന്തവാടി നഗരത്തിൽ വൻ പ്രതിഷേധം. മതിൽ പൊളിച്ച് വീട് കയറിയെത്തിയ കാട്ടാനയുടെ ആക്രമണത്തിൽ 42കാരൻ കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാവിലെ. മാനന്തവാടിയിൽ ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കാൻ കാലതാമസമുണ്ടായെന്ന് സമ്മതിച്ച വനം മന്ത്രി. സിഗ്നൽ ശേഖരിക്കാൻ പ്രോട്ടോകോൾ ഉണ്ടാക്കുമെന്ന് പ്രതികരണം. സംഭവത്തിൽ ഒന്നാം പ്രതി AK ശശീന്ദ്രൻ എന്ന T സിദ്ദീഖ്. വയനാട്ടിൽ ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടത് ദുരന്തത്തിന് വഴിയൊരുക്കിയെന്ന് പ്രതിപക്ഷ നേതാവ്. മാനന്തവാടിയിലേത് ദൗർഭാഗ്യകരമായ സാഹചര്യമെന്നും VD സതീശൻ. കേന്ദ്രത്തിൽ BJP സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി. ഇക്കാലയളവിൽ രാജ്യം ലോകത്തെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും നരേന്ദ്രമോദി. ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രിയോട് MK സ്റ്റാലിൻ. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നും ആവശ്യം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ നടപടി കടുപ്പിച്ച സർക്കാർ. കണ്ടാലറിയാവുന്ന 5000-ഓളം പേർക്കെതിരെ കേസ്. ദേശീയ സുരക്ഷാ നിയമവും ചുമത്തി. പണം നൽകി വോട്ട് മറിച്ചെന്ന കേസിന്റെ വിചാരണ മധ്യപ്രദേശിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള BRSന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് വിശദീകരണം തേടി കോടതി. പാക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തങ്ങളെന്നവകാശപ്പെട്ട് ഇമ്രാൻഖാന്റെ PTI പാർട്ടി. വിജയം അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും രംഗത്ത്. ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി ആശുപത്രിയിൽ. നെഞ്ചുവേദനയെ തുടർന്ന് പ്രവേശിപ്പിച്ചത് കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ. അണ്ടർ-19 ലോകകപ്പിൽ 6ാം കിരീടം തേടി ഇന്ത്യ. ഞായറാഴ്ചത്തെ ഫൈനലിൽ എതിരാളി ഓസ്ട്രേലിയ. മത്സരം ദക്ഷിണാഫ്രിക്കയിലെ സഹാറ പാർക്ക് വില്ലോമൂർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30. കൂടുതൽ വാർത്തകൾക്കായി ETVbharat.com സന്ദർശിക്കുക.